കാസർഗോഡ് കേന്ദ്രീകരിച്ചുള്ള ഹണി ട്രാപ്പ് കേസ് പ്രതി ശ്രുതി ചന്ദ്രശേഖരനെതിരെ ഭർത്താവിൻ്റെ പരാതി വന്നു. മക്കളെ തട്ടിപ്പിന് ഉപയോഗിക്കുന്നുവെന്നും വിദ്യാഭ്യാസം നിഷേധിക്കുന്നുവെന്നാണ് അദ്ദേഹത്തിൻ്റെ പരാതി. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകുന്നു. അരുൺ, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. ശ്രുതി ചന്ദ്രശേഖരന്റെ തട്ടിപ്പ് വിവരവുമായി ഈ ഹണി ട്രാപ്പ് വിവരവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള തട്ടിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഇതിന് തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ ഭർത്താവിന്റെ പരാതി ഉണ്ടായിരിക്കുന്നത്. കാസർഗോഡ് എസ് പിക്കും അതുപോലെ തന്നെ ബാലാവകാശ കമ്മീഷനുമാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി ശ്രുതി ചന്ദ്രശേഖരന്റെ ഭർത്താവ് നൽകിയിരിക്കുന്നത്. ഈ ശ്രുതി ചന്ദ്രശേഖരൻ മക്കളെ തട്ടിപ്പിന് ഉപയോഗിക്കുന്നു, മാത്രമല്ല ഇവരുടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വരെ നിഷേധിക്കുന്നു എന്നാണ് ഭർത്താവ് ചൂണ്ടിക്കാണിക്കുന്നത്. 2022-2023 അധ്യയന വർഷത്തിൽ ഈ കുട്ടികളെ സ്കൂളിൽ വിട്ടില്ല. ആ സമയത്ത് വിദേശത്തായിരുന്ന ഭർത്താവ് നാട്ടിലെത്തുകയും കാസർഗോഡ് നഗരത്തിലെ തന്നെ മറ്റൊരു വിദ്യാലയത്തിലേക്ക് ഈ കുട്ടികളെ മാറ്റുകയും ചെയ്തു. പക്ഷേ ഈ അധ്യയന വർഷം വെറും 3 ദിവസമാണ് ഈ കുട്ടികളെ സ്കൂളിൽ വിട്ടതെന്ന് ഈ ശ്രുതി ചന്ദ്രശേഖരന്റെ ഭർത്താവ് ചൂണ്ടിക്കാണിക്കുന്നു. മാത്രമല്ല ഇതോടൊപ്പം തന്നെ തട്ടിപ്പിനായി കുട്ടികളെ ഉപയോഗിക്കുന്നു. കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് 2 കേസുകൾ മറ്റ് പോലീസുകാർക്കെതിരെ ഈ ശ്രുതി ചന്ദ്രശേഖരൻ നൽകിയിട്ടുണ്ട്. ഹണി ട്രാപ്പിന് ഉൾപ്പെടെ കുട്ടികളെ ഉപയോഗിക്കുന്നു എന്നൊരു പരാതിയും ഭർത്താവ് ചൂണ്ടിക്കാണിക്കുന്നത്. പ്രധാനമായും ഭർത്താവ് ഉന്നയിക്കുന്ന ആവശ്യം ഈ കുട്ടികളെ ശ്രുതി ചന്ദ്രശേഖരന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട ബാലാവകാശ കമ്മീഷനും അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിക്കും ഭർത്താവ് പരാതി നൽകിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ വിദേശത്താണ്. എന്തായാലും ഉടൻ തന്നെ ഈ കുട്ടികളെ വിട്ടുകിട്ടാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു അരുൺ പാറയ്ക്കൽ. പ്രേക്ഷകർ പ്രതികരിച്ചു തുടങ്ങി, രാഗഭാവം കൊള്ളാമെന്ന് പറയുന്നു. എന്നാൽ മലബാറുകാരൻ പറയുന്നു മലയാളത്തിൽ രാഗങ്ങളുള്ള പാട്ടുകൾ ഇനിയുണ്ട്, അതൊക്കെ വരട്ടെ എന്നാണ് പറയുന്നത്. എന്നാൽ KG രതി പറയുന്നു രാഗഭാവത്തിൻ്റെ സമയത്ത് ചായ കുടിക്കാൻ പറ്റി എന്നുള്ളതാണ്. എന്തായാലും ഈ പരിപാടി വെച്ച് നന്നായി എന്നാണ് പൊതുവെയുള്ള പ്രതികരണം. മോഹൻ ദാമോദർ പറയുന്നു ഇന്നലെ ഒരു TV കൊടുത്തല്ലോ, അത് അർഹതയുള്ള ആളിനായിരുന്നില്ല എന്ന് തോന്നുന്നു. ആ വിഷ്വൽ അങ്ങനെയാണ് കാണിക്കുന്നത്. മോഹൻ ദാമോദർ, എപ്പോഴും നമ്മൾ ദൃശ്യം വെച്ച് മാത്രം കാര്യങ്ങളെ വിലയിരുത്തരുത്. നമ്മൾ വളരെ അന്വേഷിച്ചതിന് ശേഷമാണ് ആ TV അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ദീപക് തർപ്പണം എത്തിച്ചു കൊടുത്തത്. വളരെ ഡിസർവിങ് ആയിട്ടുള്ള ഒരു കുടുംബത്തിൽ തന്നെയാണ് TV സെറ്റ് എത്തിയിരിക്കുന്നത്. താങ്കൾ അതിൽ ഇനി സങ്കടപ്പെടേണ്ട യാതൊരു കാര്യമില്ല. എല്ലാ പ്രേക്ഷകരും മനസ്സിലാക്കിയുള്ളൂ, വളരെ മോസ്റ്റ് ഡിസർവിങ് പേഴ്സണിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത്.